ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രേസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, പലപ്പോഴും സിസ്റ്റർ ഓർക്കാറുണ്ട്, എന്തെങ്കിലും കോൺഫറൻസിന് പോവുക, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോവുക, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും ഇരുന്ന് ഉറങ്ങണത് കാണാം. പലരും, എല്ലാവരും എന്ന് പറയണില്ല, പലരും ആ നല്ല കരിസ്മാറ്റിക് മീറ്റിംഗ് ആയിരിക്കാം, ഇരുന്നുറങ്ങാം. അല്ലെങ്കിൽ നല്ലൊരു ധ്യാനഗുരുവിൻ്റെ പ്രസംഗമായിരിക്കാം, ഇരുന്നുറങ്ങാം. അപ്പോൾ പലപ്പോഴും സിസ്റ്റർ, ദൈവമേ ഉറങ്ങണവരാരും എൻ്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് കയറിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തിപ്പുറത്ത് ഇരിക്കണവർ ഉറക്കണം. അത് പെട്ടെന്ന് ഞാൻ അവരോട് ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യും. നിങ്ങൾ എന്തീ ഉറങ്ങണത്? ഇത്രയും നല്ലൊരു ടോക്ക്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പ്രാർത്ഥന, ഇത്രയും നല്ലൊരു ആരാധന നടക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണു എന്ന് പറഞ്ഞിട്ട് ഞാനിവരെ ഇറിറ്റേറ്റഡ് ആവും, ചിലപ്പോൾ ദേഷ്യപ്പെടും. ഇത് എന്തുണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ കുമ്പസാരത്തിന് പോകുമ്പോൾ അച്ഛൻ ഒരു ഉപദേശം തന്നു, കാർമൽ സിസ്റ്ററെ. ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല, പ്രാർത്ഥനയ്ക്ക് ഉറങ്ങാൻ പാടില്ല, നമ്മൾ മുട്ടുമ്പോൾ നിന്ന് ജപമാല ചൊല്ലണം, അല്ലെങ്കിൽ ബൈബിൾ എന്നും ഡെയിലി വായിക്കണം, നമ്മൾ വളരെ എന്നും നമ്മൾ ബൈബിൾ വായിക്കണം, അല്ലെങ്കിൽ എന്നും 1 മണിക്കൂർ രാവിലെ ധ്യാനിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല, പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല, ചാവദോഷത്തിന് തുല്യമാണ് എന്നുള്ള തിരിച്ചറിവ് കാർമൽ സിസ്റ്ററിനാണ് കിട്ടിയിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നവർക്ക് ആ തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. ആ തിരിച്ചറിവ് കിട്ടുന്നത് വരെ അവർക്ക് പാപമില്ല. കാരണം അവർക്ക് ആ തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. മണിക്കൂറുകളോളം സിനിമ, സീരിയല്, ഡ്രാമ, മ്ലേച്ഛത എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ സമയനഷ്ടവും നമുക്ക് അപ്പോൾ തന്നെ ഒരു സുഖം ശരീരത്തിന് തരും. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ പാപത്തിൻ്റെ അടിമ, നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ഈ ശരീരം പാപത്തിന് മുഴുകുകയാണ്, അടിമ വയ്ക്കുകയാണെന്നുള്ള തിരിച്ചറിവ് കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ കാണാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഭർത്താവ് പറയുകയാണ്, കുർബാനയ്ക്ക് 1 മിനിറ്റ് വൈകാൻ പാടില്ല. ഭാര്യയാണെങ്കിൽ എല്ലാ ജോലികളും കഴിഞ്ഞ്, കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ് പ്രസംഗമാകുമ്പോഴേക്കാണ് ഓടി വരുന്നത്. നമുക്ക് അവരെ ബലം പിടിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. കാരണം ആ പള്ളിയിൽ കൃത്യമായിട്ട് കുർബാനയ്ക്ക് മുൻപും 5 മിനിറ്റ് മുൻപ് പോകുന്ന ആ ഭർത്താവിനെ, ജീവിത പങ്കാളിക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക്, മക്കൾക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ തിരിച്ചറിവ് കിട്ടണ വരെ നമ്മളവരോട് ക്ഷമിക്കുകയല്ലാതെ നമ്മളവരോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് എന്നോട് പറഞ്ഞതിൽ പിന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയും 4 ജപമാല ചൊല്ലാന്ന് പറയും. അപ്പോൾ ചിലർ പറയും, ഒന്ന് മിണ്ടാതിരുന്നേ, ഒന്ന് നിശബ്ദമായിട്ടിരുന്നേ, അപ്പോൾ തുടങ്ങി ജപമാല. നമ്മൾ പിറുപിറുത്തിട്ട് കാര്യമില്ല. 4 ജപമാല അവിടെ എത്തണ വരെ ചൊല്ലിയാൽ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അതുപോലെ ഈ വണ്ടി എത്രയും വേഗം നമ്മൾ ഉദ്ദിഷ്ട സ്ഥാനത്ത് ചെന്നെത്തും. പക്ഷെ ആ തിരിച്ചറിവ് ഈ വണ്ടിയിൽ സഞ്ചരിക്കുന്ന മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമയും ശാന്തതയും കൈവെടിയാതെ അവരോട് പെരുമാറേണ്ടി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ട് തോറ്റുപോകും, പിറുപിറുത്ത് പോവും, പാപം ചെയ്യും, ഇറിറ്റേറ്റഡ് ആവും, അവരോട് ദേഷ്യപ്പെടും. ശാന്തത എന്ന പുണ്യം നമ്മളിൽ നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈശോയുടെ കാരുണ്യ ഹൃദയത്തിൽ നിന്നൊഴുകി ഇറങ്ങുന്ന തിരുരക്തത്താലും തിരുജലത്താലും ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.